മൃദു ഹിന്ദുത്വം എന്നൊന്നും പറയാനാവില്ല എങ്കിൽ പോലും ആ സാംസ്കാരിക ദേശീയതയുടെ ചില മിന്നലാട്ടങ്ങൾ ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവനകളിലും ചില നിലപാടുകളിലും കാണാം. അങ്ങനെയാണ് ഈ സരസ്വതി ദേവിയുടെ ചിത്രം എന്തുകൊണ്ട് കറൻസി നോട്ടിലായിക്കൂടാ, അങ്ങനെയൊക്കെയുള്ള ചില നിഗമനങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ ശ്രീ അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ഹിന്ദു ദൈവങ്ങളുടെ രൂപങ്ങൾ വേണമെന്ന ആവശ്യവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യം അഭിവൃദ്ധിപ്പെടാൻ ഗാന്ധിജിയുടെ രൂപത്തിനൊപ്പം ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും രൂപം വേണമെന്നാണ് ആവശ്യം. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള പരാമർശമെന്ന് ബിജെപി പ്രതികരിച്ചു. പുതിയ കറൻസി അച്ചടിക്കുമ്പോൾ ഒരു വശത്ത് ഗാന്ധിജിയുടെയും മറുവശത്ത് ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും രൂപങ്ങൾ വയ്ക്കാം. പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയും AAPയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ. ഹിന്ദു ദൈവങ്ങളുടെ രൂപങ്ങൾ വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണെന്ന് കെജ്രിവാൾ പറയുന്നു. രാജ്യം അഭിവൃദ്ധിപ്പെടും. രാജ്യത്തെ മുൻപോട്ട് നയിക്കാൻ നമ്മുടെ ശ്രമങ്ങൾ മാത്രം പോരാ, സർവേശ്വരന്റെ അനുഗ്രഹം കൂടി വേണം. നിലവിൽ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ നേരിടുന്നത് തകർച്ച. മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ അവരുടെ 20,000 റുപ്പയയിൽ ഗണപതിയുടെ രൂപം പതിപ്പിച്ചതും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി. एफर्ट्स तभी फलीभूत होते हैं जब हमारे ऊपर देवी देवताओं का आशीर्वाद होता है. एफर्ट्स करने चाहिए, हम सब लोग अपनी अपनी जिंदगी में एफर्ट्स करते हैं, लेकिन हम कई बार देखते हैं कि एफर्ट्स कर रहे हैं, नतीजे नहीं आ रहे. उस वक्त लगता है कि अगर देवी देवताओं का आशीर्वाद हो तो एफर्ट्स फलीभूत होने लगते हैं, एफर्ट्स के नतीजे आने लगते हैं. परसों दिवाली थी. दिवाली पे हम सब लोगों ने अपने अपने घर पे श्री गणेश जी और श्री लक्ष्मी जी का पूजन किया. हम सब लोगों ने भगवान से सुख शांति की प्रार्थना की. हम सब लोगों ने अपने अपने परिवार के लिए, देश की समृद्धि के लिए प्रार्थना की. हम ये भी देखते हैं कि जितने बिजनेस करते हैं, व्यापारी हैं, इंडस्ट्रियलिस्ट हैं, सब लोग अपने अपने यहां अपने कमरे में जरूर लक्ष्मी जी की और गणेश जी की मूर्ति लगा के रखते हैं और रोज सुबह काम शुरू करने के पहले उनकी पूजा करते हैं. आज मेरी केंद्र सरकार से, प्रधानमंत्री जी से अपील है, भारतीय करेंसी के ऊपर एक तरफ गांधी जी की तस्वीर है, वो वैसे ही रहनी चाहिए, लेकिन दूसरी तरफ श्री गणेश जी की और श्री लक्ष्मी जी की तस्वीर भारतीय करेंसी के ऊपर लगाई जाए. जैसा मैंने कहा कि हमें अपनी अर्थव्यवस्था को सुधारने के लिए, भारत को आगे तरक्की देने के लिए बहुत सारे एफर्ट्स की जरूरत है, लेकिन उसके साथ साथ देवी देवताओं के आशीर्वाद की भी जरूरत है. अगर भारतीय करेंसी के ऊपर एक तरफ गांधी जी की तस्वीर है, वो एज इट इज रहे, दूसरी तरफ अगर लक्ष्मी जी की और गणेश जी की तस्वीर होगी, तो इससे पूरे देश को उनका आशीर्वाद मिलेगा. लक्ष्मी जी को समृद्धि की देवी माना गया है. गणेश जी जितने विघ्न होते हैं उनको हरने वाला, उनको देवता माना गया है, विघ्न दूर करने वाला देवता माना गया है. तो उन दोनों की तस्वीरें उसके ऊपर लगनी चाहिए. हम ये नहीं कह रहे कि सारे नोट बदले जाएं, लेकिन जितने फ्रेश नोट्स छपते हैं, अभी जो नोट्स हैं वो एज इट इज रहें, लेकिन जो हर महीने फ्रेश नोट्स छपते हैं, वो फ्रेश नोट्स के ऊपर ये शुरुआत की जा सकती है और धीरे धीरे करते करते सर्कुलेशन में काफी मात्रा में ये वाले नए नोट आ जाएंगे. കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ സ്പേസ് ഉണ്ടാകണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സ്പേസ് നഷ്ടപ്പെടണം. കോൺഗ്രസിന്റെ സ്പേസിലേക്കാണ് ആം ആദ്മി പാർട്ടി ഇരച്ചു കയറിയത്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതും. അത് മാത്രമല്ല, ഈ 100 കോടിയുടെ കണക്കൊക്കെ പറയുന്നത് അജയ് മാക്കനാണ്. ആ ഒരു കാര്യം പിന്നീട് തിരുത്തി പറയേണ്ടി വന്നത് ഒരേ ബോട്ടിൽ സഞ്ചരിക്കേണ്ടി വരും, കോൺഗ്രസ് പാർട്ടിക്കും ആം ആദ്മി പാർട്ടിക്കും ഒരേ വള്ളത്തിൽ സഞ്ചരിക്കേണ്ടി വരും എന്ന ഒരു
തിരിച്ചറിവ് അന്നുണ്ടായില്ല, സ്വാഭാവികം മാത്രമാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നേരത്തെ നമ്മുടെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ സംവിധാനങ്ങളെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ സ്പേസ് തന്നെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഇവിടെ നോക്കൂ, എന്താണ് ഈ പ്രതിപക്ഷ സ്പേസ് എന്ന് പറയുന്നത്? ആം ആദ്മി പാർട്ടി കൊണ്ടുവരുന്ന ഒരു സോളിഡിറ്റി ഉണ്ട്, ഒരു നയപരമായ ഒരു ഫൈൻ ടച്ച് ഉണ്ട്. അത് അഴിമതി വിരുദ്ധതയിൽ ആസ്പദമാക്കി കേന്ദ്രീകരിച്ചതാണ്. അത് കുഴപ്പമില്ല, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ 2-3 പോയിന്റുകൾ BJPക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടി സാംസ്കാരിക ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു ഹൈന്ദവ ദേശീയത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു ഹിന്ദുത്വ അജണ്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനസാമാന്യത്തിൻ്റെ ഒരു കൺമുമ്പിൽ ഒരു ക്രെഡിബിൾ ഫോഴ്സായി വരുന്ന ഒരു കാഴ്ച. അതേ രീതിയിൽ തന്നെ മൃദു ഹിന്ദുത്വം എന്നൊന്നും പറയാനാവില്ല എങ്കിൽ പോലും ആ സാംസ്കാരിക ദേശീയതയുടെ ചില മിന്നലാട്ടങ്ങൾ ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവനകളിലും ചില നിലപാടുകളിലും കാണാം. അങ്ങനെയാണ് ഈ സരസ്വതി ദേവിയുടെ ചിത്രം എന്തുകൊണ്ട് കറൻസി നോട്ടിലായിക്കൂടാ, അങ്ങനെയൊക്കെയുള്ള ചില നിഗമനങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ ശ്രീ അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ, ഏതാണ്ട് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ബാങ്ക് ആം ആദ്മി പാർട്ടി സ്വാംശീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വരേണ്ടത് സാംസ്കാരിക ദേശീയതയിൽ അടിച്ചുറച്ച് വിശ്വസിക്കുന്ന ഒരു വോട്ട് ബാങ്കാണ്. ഭാരതീയ ജനതാ പാർട്ടി വർഷങ്ങളായി ചിട്ടയോടുകൂടി രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ഉൾപ്പെടെ സഹായത്തോടെ ചിട്ടയായി കെട്ടിപ്പടുത്ത ആ വോട്ട് സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ പോവുകയാണ്. അത് ഇന്ന് ചെറിയ തോതിലാണ്. അതുകൊണ്ടാണ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ. അത് മാത്രമല്ല, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാനാവൂ, അത് മറ്റ് മാർഗങ്ങളില്ല. അവിടെയെങ്കിൽ അവരുയർത്തിയ ആയുധം അഴിമതി വിരുദ്ധത എന്ന പടവാൾ ആ വ്യക്തിക്കെതിരെ തന്നെ, അരവിന്ദ് കെജ്രിവാളിനെതിരെ തന്നെ ഉയർത്തേണ്ടതാണ് എന്ന ഒരു സാമാന്യ ബോധം. ആ സാമാന്യ ബോധത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരുന്നതും അന്വേഷണം നടക്കുന്നതും ഒക്കെ. ആകപ്പാടെ ഒരു ഇന്റഗ്രിറ്റി ഉണ്ട് നമുക്ക് കുറച്ചെങ്കിലും പറയാൻ പറ്റുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിന് മാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ കാര്യം നമുക്കറിയാലോ. അതുകൊണ്ട് അത്തരമുള്ള വലിയ എക്സ്പെക്ടേഷൻ ഒന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മോഡി എന്ത് കണ്ടിട്ടാണ്, ഇപ്പം വേണമെങ്കിൽ പറയാം ഇതൊരു അന്വേഷണ ഏജൻസിയാണ്, അദ്ദേഹം അവിടെ ഹാജരായിട്ടില്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നെന്നൊക്കെ അവർക്ക് പറയാം. പക്ഷേ ഈ നമുക്കറിയാമല്ലോ ഇത്തരം ഏജൻസികൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്രമാത്രം കാര്യങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ഒരു മണ്ടത്തരം എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മണ്ടത്തരം അവർ കാണിക്കുന്നതിന് കൃത്യമായിട്ട് അതിനപ്പുറത്ത് കൃത്യമായി ഇതിലും വലിയ നേട്ടങ്ങൾ അവർ കാണുന്നുണ്ടാവും. ആ നേട്ടങ്ങൾ എനിക്ക് തോന്നുന്നത് നാളത്തെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. നാളത്തെ യുദ്ധം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഈ BJPയുടെ ഈ പോക്കിങ്ങനെ പോകുമ്പോൾ, ഈ പ്രൊഡിക്ഷൻസ് ഒക്കെ ശരിയായി വരികയാണെങ്കിൽ, കാൽക്കുലേഷൻസ് ശരിയായി വരികയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവർ അധികാരം നിലനിർത്താനാണ് സാധ്യത. ആ സമയത്ത് ഒരുപക്ഷെ ഇപ്പോഴുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ നിർജീവമായി പോവുക, അല്ലെങ്കിൽ ഇറലവൻ്റായി അപ്രസക്തമായി പോവുകയും ചെയ്യും. ആ സമയത്ത് എമേർജ് ചെയ്തു വരുന്ന ഒരു പാർട്ടി ഇപ്പം BJPയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഇന്ന് നിലവിലുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ളതാണ് ദേശീയ തലത്തിൽ. അപ്പോൾ അതുപോലെ എമേർജ് ചെയ്ത് ആ BJP കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ പ്രസൻസ് ഉള്ള ഏറ്റവും യങ് ആയിട്ടുള്ള പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി. അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഭരണഘടനയിലുള്ള വിശ്വാസ്യതയും, രണ്ടാമത്തത് അഴിമതിക്കെതിരെയുള്ള റെലന്റ്ലെസ് ആയിട്ടുള്ള അവരുടെ ഫൈറ്റുമാണ്. അപ്പം മാത്രമല്ല അവരുടെ അനുയായികളുടെ നല്ലൊരു പങ്കെന്ന് വെച്ചാൽ യുവാക്കളും മിഡിൽ ക്ലാസ്സുമാണ്. ഇതൊക്കെ BJPയുടെ ഒരു വോട്ട് ബാങ്കാണ്, അല്ലെങ്കിൽ നാളത്തെ സീനിയർ സിറ്റിസൺ ആവേണ്ടവരാണ്. അതിനുശേഷം വരുന്ന പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ മുന്നിൽ, കോൺഗ്രസ് ഒക്കെ നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നത് അതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും BJPക്ക് ഭാവിയിൽ ഒരു എതിരാളി എന്ന രീതിയിൽ പാൻ ഇന്ത്യ തലത്തിൽ, ഇപ്പോൾ ഗുജറാത്തിൽ അവർക്ക് നല്ല പ്രസൻസ് ഉണ്ട്, കേരളത്തിൽ അവരിങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സത്യത്തിൽ കുറച്ചും കൂടി ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ, ഡൽഹി കാണിച്ചിരുന്ന ബുദ്ധി കേരളത്തിൽ കേരളത്തിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോയായിരുന്നു. പല സ്ഥലത്തും അവർക്ക് നല്ല പ്രസൻസ് ഉണ്ട്, നാളെ അവർ എമേർജ് ചെയ്ത് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയെ അവർ എമേർജ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അവരെ എന്ത് ആദർശത്തിന്റെ പുറത്താണോ അവര് രാഷ്ട്രീയമായി അവരുടെ അസ്തിത്വം നിർണ്ണയിക്കപ്പെട്ട അത് വെച്ചുകൊണ്ട് തന്നെ അവരെ ബ്ലോക്ക് ചെയ്യുക, അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഗുജറാത്തിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് നല്ല പ്രസൻസ് ഉണ്ട്.
അപ്പം ഗുജറാത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ അവർക്ക് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്കെല്ലാവരും അവർക്ക് അറിയില്ല എന്താണ് കേസ് ശരിക്കും സംഭവിച്ചെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു മൊഴിയുണ്ട്. മാത്രമല്ല ഇത്രയും വലിയ ഇലക്ഷനൊക്കെ നടത്തി നമ്മൾ വലിയ ആദർശം വന്ന് വലിയ ഇലക്ഷൻ നടത്താൻ പറ്റില്ല. ഈ അരവിന്ദ് കെജ്രിവാളിന് 2ാം തവണ ഡൽഹിയിൽ അധികാരത്തിൽ വന്ന സമയത്ത് അന്ന് ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു മാഗസിൻ ഉണ്ട്, EPW. ഇക്കാര്യത്തിൽ ആർക്കും BJPയുടെ മാഗസിൻ ഒന്നും അല്ലല്ലോ. EPW ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന അത്യാവശ്യം ഡേഞ്ചർഡ് ആയിട്ടുള്ള പൈസക്കാർ, മുസ്ലിംസിന്റെ ഇടയ്ക്കുള്ള തീവ്ര സ്വഭാവമുള്ള ചില ആൾ, ഇവരൊക്കെ അവർക്ക് സ്ഥാനാർത്ഥി ജയിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു അനിവാര്യത എന്ന രീതിയിലാണെന്ന ലേഖനത്തിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ഇപ്പം ഉത്തരേന്ത്യയിൽ എസ്പെഷ്യലി ഈ പഞ്ചാബിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ക്യാഷ് ഒരു വലിയൊരു ഘടകം തന്നെയാണ്. ഗോവയിലാണെങ്കിൽ ഘടകം, കേരളത്തിൽ പോലും ഘടകമാണ്. ഒരുപക്ഷെ ഉണ്ടാവാം. അപ്പം ഇത്തരം ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഇലക്ഷനിൽ ഒരു പക്ഷേ ഈ പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത ഉണ്ടാകുന്ന ഇൻറോഡുകളെ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ ഭാവിയിലുള്ള അവരുടെ വളർച്ചയ്ക്ക് കത്തിവെച്ചുകൊണ്ട് അവരെ ബോൺസായി വൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരു കാലത്തും, ഒരു പതിറ്റാണ്ട് മുൻപ് ഒരു കാലത്തും പ്രതീക്ഷിച്ചിരിക്കില്ല ആം ആദ്മി പാർട്ടിയുമായി ഒരു നാൾ കൈകോർക്കേണ്ടി വരുമെന്ന്. പക്ഷേ കോൺഗ്രസ് പാർട്ടി തന്നെ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം ആ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ആ പാർട്ടി ആദ്യമെടുത്ത നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ട് ശ്രീ കേജ്രിവാളിന് വേണ്ടി ശബ്ദിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു വിധി വൈപരീത്യം എന്നേ പറയാനാവൂ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ഓക്യുപ്പൈ ചെയ്തിരുന്ന ഒരു സ്പേസ്, ഡൽഹിയിലെ ഒരു പൊളിറ്റിക്കൽ സ്പേസ്, അതിൻ്റെ അനിഷേധ്യായ നേതാവ് ഷീല ദീക്ഷിത് 3 തവണ 15 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ആ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഴിമതി എന്ന ഒരു അജണ്ട, അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റായി തുടങ്ങുകയും അതിൽ നിന്നും ഒരു രാഷ്ട്രീയ കക്ഷിയായി വളർന്നു പന്തലിക്കുകയും ചെയ്ത ആം ആദ്മി പാർട്ടി എപ്പോഴും കോൺഗ്രസിനെ കണ്ടത് അഴിമതിക്കാരുടെ പാർട്ടിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ തരം കിട്ടുന്ന സമയത്ത് ഒരു ചെറിയ സംശയമെങ്കിലും ഉണ്ടാകുമ്പോൾ ആ പാർട്ടിക്കെതിരെ, ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ പടവാളെടുക്കാൻ അല്ലെങ്കിൽ വാളോങ്ങാൻ കോൺഗ്രസ് തയ്യാറെടുത്തത് അത് സ്വാഭാവികം മാത്രമാണ്. അധികാരത്തിൻ്റെ ഒരു ഗർവിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ വളരെ മുൻകൂട്ടി തന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. നാളുകളിലെ BJPയുടെ റൈവലാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതൊരുപക്ഷെ ആം ആദ്മി പാർട്ടിക്കായിരിക്കാം. ഇത് യൂത്തിനെ ആകർഷിക്കുന്ന ഒരു പാർട്ടിയാണ്. വലിയ ടെക് സാവി യൂത്ത് ഇന്ത്യയിലെ അതൊരു വലിയ വിഭാഗമാണ്. അതുപോലെ മിഡിൽ ക്ലാസ്, കൺസ്യൂമറിസ്റ്റ് മിഡിൽ ക്ലാസ്, അത് വലിയ ഒരു ഒപ്പീനിയൻ മേക്കർ ക്ലാസ് കൂടിയാണ്. ഇങ്ങനെ യൂത്തിനെയും മിഡിൽ ക്ലാസിനെയും സ്വാധീനിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് നാളുകളിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ത്യ ഉള്ളിടത്തോളം ആചന്ദ്രതാരം ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിലിരിക്കുന്നതിന് വെല്ലുവിളിയാകുന്നത് ആം ആദ്മി പാർട്ടിയും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയവും നയങ്ങളുമാണ്. ആ നയങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കൂടെ നയങ്ങളായി വരുമ്പോൾ ഇന്ത്യ മുന്നണി അവിടെ വെള്ളപൂശപ്പെടുകയാണ്. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് മുളയിലേ ഞുള്ളണം. ആ ഒരു ലോജിക്കാണ്. അതുകൊണ്ടാണ് ഒരു ശത്രു ഉപയോഗിച്ച ആയുധം ആ ശത്രുവിനെതിരെ തന്നെ ഉപയോഗിക്കുക. ഇപ്പം മഹാത്മാഗാന്ധി വളരെ വ്യക്തമായി അത് പറഞ്ഞു മനസ്സിലാക്കി നമ്മളോട്. ഈ ബ്രിട്ടീഷുകാരൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരനോട് എതിരിടണമെങ്കിൽ ബ്രിട്ടീഷുകാരൻ്റെ ഭാഷയായ ആംഗലേയ ഭാഷ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രായോഗിക തലത്തിലെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അതിനെ എതിരിടുകയും രാഷ്ട്രത്തെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷയായി ഇംഗ്ലീഷ് വളർന്നതുപോലെ. അപ്പോൾ നോക്കൂ, ഒരു ആയുധത്തിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ അർത്ഥം എന്താണ്? അപ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന ഒരു അജണ്ട, ആ അജണ്ട അരവിന്ദ് കെജ്രിവാൾ റാഞ്ചിക്കൊണ്ട് പോകുന്നത് സഹിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ദേശീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഒതുക്കാനാവില്ലല്ലോ. എന്നാൽ പിന്നെ ചെയ്യാനൊക്കുന്നത് ഏക കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന തോക്കിൻ മുന അദ്ദേഹത്തിന് നേരെ തന്നെ തിരിച്ചു വെക്കുക എന്നതാണ് തന്ത്രപരമായ രാഷ്ട്രീയം. പക്ഷേ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ വരുന്നു. അതാണ് ടൈമിംഗ്. ഈ ടൈമിംഗ് ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പറഞ്ഞ പോലെ അണ്ണാ ഹസാരെ മൂവ്മെന്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് BJPനെ സെൻട്രൽ ഇത്ര പവർഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അണ്ണാ ഹസാരെ മൂവ്മെന്റ് വെറുതെ ഉണ്ടായതൊന്നുമല്ല. അതിന് പിന്നിലേക്ക് നടന്നിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട്. കാരണം ഇതിന് മുമ്പേ അഴിമതി നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 2G 3G സ്പെക്ട്രം ഒക്കെ വളരെ കൃത്യമായി പുറത്തു വന്നു.
വളരെ പൊതുവെ മാന്യനായ അന്നത്തെ കൺട്രോളർ ഓഡിറ്റർ ജനറൽ എന്താണ് പ്രിസംപ്റ്റീവ് ലോസ് 2 ലക്ഷം കോടിയുടെ ന്യൂസ് കൊടുത്തു. ഡൽഹി റേപ്പ് കേസ്, അതിന് മുമ്പ് റേപ്പ് കേസ് ഉണ്ടായി, പിന്നെ റേപ്പ് കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അന്നതൊരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് വന്നു? അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. അതിന് പിന്നെ കുറേ ഒരു നന്മയുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്താൽ പോരാ. അത് നാളെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതാക്കും. അഴിമതിക്കെതിരെ അവയർനെസ് ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ ശത്രുക്കൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കണം. അങ്ങനെ ഒരുപാട് കൃത്യമായ മെസ്സേജ് അതിൽ പാസ് ചെയ്യും. അതാണ് ഇന്നത്തെ BJP നമുക്ക് ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ BJPയെ സെൻട്രലിൽ കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ട പങ്ക്. ഒരു പറയുന്ന എന്താ പറയുക, ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഈ പറയുന്ന ആം ആദ്മി പ്രസ്ഥാനം. അതായത് BJP ഓൾറെഡി എസ്റ്റാബ്ലിഷ് പാർട്ടിയാണ്, എന്നാൽ കുറച്ചും കൂടി നല്ല കുറച്ചുകൂടി തെളിമയോട് കൂടി ആ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവരുടെ വിദേശ നയങ്ങളിലോ അവരുടെ ഈ പറഞ്ഞ കൾച്ചറൽ ആയിട്ടുള്ള പോളിസീസിലോ BJP ആയിട്ട് വലിയ വ്യത്യാസമില്ല. എന്നാൽ BJP ആയിട്ട് പ്രധാനമായിട്ട് വ്യത്യാസം അവരുടെ പ്രവർത്തന രീതികളിലാണ്. അത് കൂടുതൽ ഒരു അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ടൈപ്പൊക്കെ നമുക്കങ്ങനെ ആ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ രീതിയിൽ അത് ഒരു പ്രത്യാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് BJP തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഈ പറയുന്നത് പോലെ വാജ്പേയി ഗവൺമെന്റ് സമയത്ത് വന്ന പോലുള്ള ആ രീതിയിലുള്ള അഴിമതിയൊന്നും ഈ മോഡിയുടെ അണ്ടറിൽ വന്നിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. വലിയ ചില അഴിമതി കേസുകൾ കേട്ടെന്നല്ലാതെ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അഴിമതിക്കെതിരെ ഉണ്ടായി വന്ന അവയർനെസ്സാണ്. ഇപ്പൊ ആം ആദ്മി പാർട്ടി ഉണ്ടായാലും നിന്നാലും പോയാലും BJP നിന്നാലും പോയാലും നാളെ വരുന്ന കുട്ടികൾ, ഇപ്പം കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു ബോധത്തോട് കൂടിയിട്ടാണ് വരുന്നത്. അവരിതിനെക്കാട്ടും മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷമാണ് പ്രതീക്ഷിക്കുക. ഇങ്ങനെ മെച്ചപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം പ്രൊവൈഡ് പറ്റാത്ത ആളുകൾക്ക് ഈ കുട്ടികൾ വോട്ട് ചെയ്യില്ല. അതപ്പോൾ നമ്മളൊക്കെ സീനിയർ സിറ്റിസൺ ആവുന്ന കാലം, അപ്പം നമ്മൾ വോട്ട് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അത്രമാത്രം നിരാശരാവേണ്ട ആവശ്യമില്ല. അതൊരു പുതിയ ഇന്ത്യയുടെ രാഷ്ട്രീയം ഒരു പുതിയ, അത് നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഏകാധിപത്യം വന്നാലും ഇല്ലെങ്കിലും അത് വേറെ ദിശയിലേക്ക് തന്നെ, നല്ലൊരു ദിശയിലേക്ക് തന്നെ. ഇപ്പോൾ നിങ്ങൾ എല്ലാ ഡെവലപ്ഡ് ഡെമോക്രസിയുടെയും ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ആദ്യഘട്ടങ്ങളിൽ ഇത്തരം ബാലാരിഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യം, അവർ ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അസുരന്മാരുടെ കൂട്ടത്തിൽ വിഭീഷണൻ ഉണ്ടല്ലോ, അതുപോലെയാണ്. അല്ല, അതിലുള്ള എല്ലാ സഖ്യകക്ഷികളും അഴിമതിക്കാരാണ്. അപ്പൊ ഈ ആം ആദ്മി പാർട്ടി ഈ കേസ് തെളിയിക്കപ്പെട്ടില്ല, അങ്ങനെ വലിയ അഴിമതി ഒന്നും ബന്ധപ്പെട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഒരു പക്ഷേ ഇലക്ഷൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവുന്നല്ലാതെ അല്ല വന്നിട്ടില്ല. അപ്പൊ ഒരു വിഭീഷണനെ പോലെ ഇവര് അവിടെ നിന്നിട്ട് ഇവര് എങ്ങോട്ടാ പോവുക? ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിഭീഷണൻ ദേവന്മാരുടെ സൈഡിലേക്ക് വന്നു. പക്ഷെ അങ്ങനെ നടക്കണമെന്നില്ല. ഇവരെയും കൂടി മറ്റുള്ളവർ അങ്ങ് പൊക്കിയെടുത്ത് കൊണ്ടുപോകാനാണ് സാധ്യത. പിന്നെ രണ്ടാമത്തെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരമില്ല. അതിപ്പം നരേന്ദ്രമോദി സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സത്യത്തിൽ നരേന്ദ്രമോദി അല്ല, അവിടെ RSS ആണ്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ നാളെ മാറ്റി ഇപ്പൊ ഇവിടെ സ്വയം സേവനം പിടിച്ചിട്ട് അവർക്ക് മാറ്റാൻ പറ്റും. RSS സ്ട്രോങ് ആയി നിൽക്കുന്നു, അവിടെ ഏകാധിപത്യം പറയാം. ഇവിടെ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എന്തായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ സമയം മാറ്റിയത്. ജവഹർലാൽ നെഹ്റു പോലും കോൺഗ്രസിനുള്ളിൽ അവസാന കാലഘട്ടത്തിൽ എന്താ ചെയ്തത്? ഈ പറയുന്ന സോഷ്യലിസം പറഞ്ഞു നടക്കുന്ന പാർട്ടികൾ ഉത്തരേന്ത്യയിൽ അവർ അധികാരത്തിൽ വന്ന സ്ഥലത്ത് തിരിച്ച് അവർ മരിച്ച സമയത്തോ അല്ലെ പിൻഗാമിയായി കൊണ്ടുവന്നത് അടുത്ത വീട്ടിലെ പയ്യനൊന്നല്ല, സ്വന്തം മക്കളെ തന്നെയല്ലേ. അപ്പോ അവര് ഏകാധിപതികളെ പോലെ തന്നെ ആയിരുന്നല്ലേ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ എന്താ ചെയ്തത്? നേരത്തെ നിലാട്ട ചേട്ടൻ പറയണ്ടേ, അദ്ദേഹത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുകയാണ്. പഞ്ചാബിൽ അദ്ദേഹത്തിന് സമശീർഷരായിട്ടുള്ള 2 MP ഉണ്ട്, അവർ പാർട്ടി വിട്ടുപോയി. വളരെ ജൂനിയർ ആയിട്ടുള്ള പയ്യനാണ് ഇപ്പൊ മുഖ്യമന്ത്രിയായി വന്ന MP കൂട്ടത്തിലുണ്ടായിരുന്നത്. അപ്പം ഈ രീതിയിൽ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഏകാധിപത്യത്തെ കുറ്റം പറയുമ്പോൾ ഏകാധിപത്യ പ്രവണത പണ്ട് ബൈബിളിൽ പറയുന്ന പോലെ നമ്മൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി വിരൽ നമ്മളെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം തൽക്കാലം നമ്മുടെ മുന്നിലില്ല. നമ്മൾ ഇങ്ങനെ വിമർശനങ്ങളിലൂടെ ഇതിനൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, നമ്മൾ സ്വയം നവീകരിക്കുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് കറക്റ്റാണ്. ഈ അവതാരങ്ങളുടെ എല്ലാം അവതരണത്തിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. കേജ്രിവാൾ എന്ന് പറയുന്നത് ഒരു അവതാരമായിരുന്നു, ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ അവതാര ദൗത്യം നിർവഹിച്ചതിന് ശേഷം പൊതുവെ മാഞ്ഞു പോവുകയാണ് ചെയ്യുക. പക്ഷേ ആ അവതാരം ഒരു കാലഘട്ടത്തിന് അനുസൃതമായി മാറുകയും ഒരു പുതിയ രൂപാന്തരത്തിലൂടെ, ഒരു പുതിയ അവതാരത്തിലൂടെ ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിനെ ചെറുക്കാനുള്ള പാരഡൈം ഷിഫ്റ്റ് വരുത്താനുള്ള ഒരു കാറ്റലിസ്റ്റായി വരികയും ചെയ്യുക എന്നതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം കേജ്രിവാൾ ഒരു കൊള്ളിമീൻ പോലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ വരികയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും പൊതുപ്രവർത്തകരും ഈ നിഷ്പക്ഷരായ ആളുകളും സാധാരണ രാഷ്ട്രീയത്തിൽ വരാത്ത എല്ലാവരും
അരവിന്ദ് കെജ്രിവാളിൻ്റെ പിന്നാലെ ഒരു പൈപ്പർ ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റാണ്, അതിലേക്ക് കടന്നു വരുന്നു. പക്ഷെ അതിനുശേഷം സാധാരണ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പാർട്ടികൾക്കുമുള്ള അടിസ്ഥാനപരമായ ചാബല്യങ്ങളും വൈകല്യങ്ങളും ആം ആദ്മി പാർട്ടിയും ഗ്രസിച്ചിരിക്കാം. ഫണ്ടുകളുടെ അപര്യാപ്തത അത് വലിയ കാര്യമാണ്. ഇത് കേജ്രിവാളിന് ഇമ്മീഡിയറ്റ് ആയിട്ട് രാജിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ, തിരിച്ചു വരുമോ എന്നതിലുപരി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രതിപക്ഷം ഇല്ലാത്ത ഒരു ഇലക്ഷനിലേക്ക് ഒരു ഒറ്റ പാർട്ടി ജനാധിപത്യം എന്ന് വിളിക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഒരു പാർട്ടിയാണ്, അവിടെ അവർ ജനാധിപത്യം എന്നാണ് അവിടുത്തെ പൗരന്മാർ പറയുന്നത്. ആ രീതിയിലേക്ക് ഇന്ത്യയെ തള്ളിക്കൊണ്ടുപോവുകയാണ്. കാരണം കോൺഗ്രസിന്റെ ആസ്തിയും സ്വത്തുകളും കണ്ടുകെട്ടി 135 കോടി രൂപ കോൺഗ്രസിന്റെ സ്വത്ത് കണ്ടുകെട്ടി എന്ന ന്യൂസ് കണ്ടു. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചിരിക്കുകയാണ്. നാഷണൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് ഒരു റെയിൽവേ ടിക്കറ്റ് എടുക്കാനുള്ള പണം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. BJP ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ പാർട്ടി ഭരണം മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കേജ്രിവാളിനെതിരെയുള്ള തെളിവുകൾ താങ്കൾ ആ ടൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ മാപ്പുസാക്ഷികളായിട്ട് മാറുന്നവർ അതിപ്പോൾ പത്രത്തിൽ ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെത്ര കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് BJPയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൗർബല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിനെ RBI എതിർത്തിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരുന്നു, ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനിൽ ഒരാൾ രാജിവെച്ചു. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനെ ബലപ്പെടുത്താൻ വേണ്ടി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയെ ഓവർറൂൾ ചെയ്തുകൊണ്ട് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണോ കൺട്രോൾ കിട്ടാത്തത് അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഭരണത്തിലിരിക്കുന്ന പാർട്ടി, മജോറിറ്റി ഉള്ള പാർട്ടി ഒരു കാര്യം ചെയ്യുന്നു. അവർക്കൊരു ഐഡിയോളജി ഉണ്ട്, ആ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഉണ്ട്. ആ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ ഗവൺമെന്റ് അതിന്റെ ഐഡിയോളജി ആയിട്ട് എടുത്ത് മാറ്റി അത് ഇപ്പോൾ ജനങ്ങളുടെ ഐഡിയോളജി ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതാണ് ഹിന്ദുത്വ എന്ന രാഷ്ട്രീയം. അത് പാർട്ടിയുടേത് മാത്രമല്ല ഗവൺമെന്റിന്റെ നയമാക്കി മാറ്റി അതിനുശേഷം ജനങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള ദിശയിലേക്ക് വന്നിട്ട് ഇതെല്ലാം ഭരണത്തിൽ കണ്ടിന്യൂ ചെയ്യാനും പ്രതിപക്ഷം ഉണ്ടാകാതിരിക്കാനും പ്രതിപക്ഷം ഉണ്ടായാൽ അതിനെ ഇല്ലാതാക്കാനും ഉള്ള ഒരു വലിയ ബോധപൂർവമായ ശ്രമമാണ്. ഇലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ജനാധിപത്യത്തിലെ ഭരണമാറ്റം സംഭവിക്കാം. ആ ഭരണമാറ്റം സംഭവിക്കുമ്പോൾ ഇത്രയും അധികം എഫർട്ട് എടുത്ത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കക്ഷി വളരെ എളുപ്പത്തിൽ അത് വിട്ടുകൊടുക്കുമോ എന്നുള്ള കാര്യം പോലും സംശയിക്കണമെന്നാണ് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രതാപ് ഭാനുമേത്ത പറഞ്ഞു. ഇന്ന് ശേഖർ ഗുപ്ത അദ്ദേഹത്തിന്റെ ചാനലിൽ ഇപ്പോൾ പറയുന്നുണ്ട്, 2 മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നു. ഈ കാര്യമാണ് നമ്മൾ അധികം സമയമില്ല. അപ്പോൾ ഇന്ത്യ അതേ ദിശയിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ ഇതുപോലെ ഒരു പൊളിറ്റിക്സ് കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം ജയിലിലാണ് ഇപ്പോൾ. ഇമ്രാൻഖാനെ പറ്റി ഇന്ത്യയിലെ കേജ്രിവാളിനെ പോലെയാണ് നമ്മുടെ ഇമ്രാൻഖാൻ എന്ന് പറയുമായിരുന്നു. കാരണം അദ്ദേഹം ഇതുപോലെ അഴിമതിക്കെതിരെ പൊരുതുന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരുപാട് സീറ്റുകൾ കിട്ടിയെങ്കിലും ഇപ്പോൾ ജയിലിലാണ്. കാര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിലുണ്ടായിരുന്ന കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളിൽ വലിയ പ്രതിസന്ധി ഇന്ത്യ നേരിട്ടു. ഇത് ഇന്ത്യ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ പല അറബ് രാജ്യങ്ങളിൽ പോലും അറബ് വസന്തം എന്നൊക്കെ പറയുന്ന രീതിയിൽ ജനങ്ങൾ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും വന്നത്. അതിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആം ആദ്മി പാർട്ടിയിൽ ഞാൻ ആകൃഷ്ടനായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഐഡിയോളജി ഇല്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, ഞങ്ങളുടെ ഐഡിയോളജി ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന കേജ്രിവാളിൻ്റെ പ്രസ്താവനയാണ്. വളരെ കൃത്യമാണത്. ഇന്ത്യൻ ഭരണഘടന ആണ് ഇന്ത്യയിൽ സംരക്ഷിക്കേണ്ടത്, ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമായി പ്രഖ്യാപിച്ച ഒരു പാർട്ടി, അത് മാർക്സിസ്റ്റോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഗാന്ധിയനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അല്ല. ഇന്ത്യൻ ഭരണഘടനയാണ് ഞങ്ങളുടെ ഐഡിയോളജി. തീർച്ചയായും വളരെ ആകർഷണീയമായ ഒന്നായിരുന്നു അതിൻ്റെ താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം. ഇപ്പോൾ ഡൽഹി പോലൊരു നഗരത്തിൽ അതുണ്ടാക്കിയ വലിയ ഇമ്പാക്റ്റ്, 2-3 തവണ അത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയത് ഒക്കെ മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ടാണ് അവർ നേടിയത്? അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ, ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ജനതയെ സംബന്ധിച്ചിടത്തോളം വെള്ളം, വൈദ്യുതി, ആരോഗ്യം, വിദ്യാഭ്യാസം, ആ മേഖലകളിൽ അവർ ചെയ്തിട്ടുള്ള സേവനം എന്ന് പറയുന്നത് പറയാനേ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലോ ബാക്കി ഏത് സംസ്ഥാനത്തും വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ
മാത്രമല്ല ആം ആദ്മി പാർട്ടി സെറ്റ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ട പോലും അവർ സെറ്റ് ചെയ്തു. ഇപ്പോൾ പഞ്ചാബിൽ ഒരു വരുന്നതിന് മുമ്പ് തന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനടക്കം അല്ലെങ്കിൽ മറ്റ് പല പാർട്ടികൾക്കും വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കണം, ഇത്ര വരെ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന രൂപത്തിലുള്ള, അത് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നതിൽ അത് അതിൻ്റെയൊക്കെ സാമ്പത്തിക ശാസ്ത്രം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. തീർച്ചയായും ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ആ മുദ്രാവാക്യം ഒരുപാട് പേരെ ആകർഷിച്ചു. മാത്രമല്ല സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞത്, അതിൽ എത്രത്തോളം അഴിമതിക്കെതിരായ സമരം എന്ന് പറയുന്നത് അന്നാ ഹസാരയുടെ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ അന്നാ ഹസാരെ വേറിട്ട് പോകുമ്പോൾ അന്നാ ഹസാരയും ആം ആദ്മി പാർട്ടിയും അല്ലെങ്കിൽ കെജ്രിവാളും തമ്മിൽ തെറ്റുന്ന ഒരു പോയിന്റുണ്ട്. ആ പോയിന്റിൽ പറയുന്നത്, അന്ന് പറഞ്ഞത് നിങ്ങൾ ജന്തർ മന്ദറിലിരുന്ന് നിയമമുണ്ടാക്കിയാൽ, ലോക്പാൽ ഉണ്ടാക്കിയാൽ നടക്കില്ല, അത് വേണമെങ്കിൽ നിയമസഭകളിൽ വരണം എന്ന്, ജനസഭകളിൽ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാവുന്നത്. ഇതൊക്കെ വളരെ വളരെ ഗംഭീരമായ മുന്നേറ്റമാണ്. സംഗതി ശരിയാണ്. അതിനിടയിൽ അവർക്ക് സംഘടനാപരമായി അവർക്ക് പല പരിമിതികളുണ്ട്. ഞാനിപ്പോഴും അവർ കാണുന്നത് ഒരു ഏക വ്യക്തി കേന്ദ്രീകൃത ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ്. അവർക്ക് ഇപ്പോൾ ഓരോ സംസ്ഥാനം, ഇന്ത്യയിലെ ഫെഡറൽ ഘടനയെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. പാർട്ടി എന്ന നിലയ്ക്ക് ഞാനങ്ങനെയാണ് ആ പാർട്ടിയുമായി തെറ്റുന്നത്. ഫെഡറൽ ഘടനയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. വ്യക്തി കേന്ദ്രീകൃതമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിലേക്ക് മുഴുവൻ അധികാരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ഡൽഹിയിലിരുന്ന് കുറേ ആളുകളാണ്. അത്തരത്തിലുള്ള തീരുമാനം വരുമ്പോൾ തീർച്ചയായും സ്വരാജ് എന്ന പ്രിൻസിപ്പിൾ പൊളിഞ്ഞു പാളീസായി. ആ അർത്ഥത്തിലാണ് ഞാൻ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് കാരണം വലിയ പ്രതീക്ഷയാണ്. ഈ ആം ആദ്മി പാർട്ടി നൽകിയത്, അത് ഡൽഹിയിൽ ജയിച്ചു, ഇപ്പൊ പഞ്ചാബിൽ ജയിച്ചു. അവർക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ, ജാതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ, വർണ്ണത്തിന്റെ മാത്രം പിന്തുണയുള്ള പാർട്ടിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിച്ചൊരു മുദ്രാവാക്യത്തിന് ആളുകൾ അവർക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അവർ ഭരണം പിടിക്കുന്നു. ഒരുപക്ഷെ കേന്ദ്രത്തിലേക്ക് ഡൽഹിയിൽ 70-67 സീറ്റ് നേടുമ്പോഴും ഡൽഹി പാർലമെന്റിലേക്ക് ഒരു സീറ്റ് പോലും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് അതിലൊരു വൈരുദ്ധ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരത് വേറെ രീതിയിൽ കാണുന്നു. പാർലമെന്റിലേക്ക് വേറെ കൊടുക്കും, ഞങ്ങൾക്ക് ഇത് വേറെ വേണം. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ആം ആദ്മി പാർട്ടി ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആം ആദ്മി പാർട്ടി മോഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിട്ടുണ്ട്, മുമ്പുള്ളതിനേക്കാൾ വലിയ ഭീഷണിയായിട്ടുണ്ട്. അതിന് കാരണം, ഒന്ന്, മറ്റ് പാർട്ടികളെ നേരിടുന്ന രൂപത്തിൽ ആം ആദ്മി പാർട്ടി നേരിടാൻ പറ്റില്ല. പ്രത്യയശാസ്ത്രപരമായി നേരിടാൻ പറ്റില്ല, പഴയ അഴിമതി പറഞ്ഞ് നേരിടാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇവർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ ഞാനതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെയാണ് ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ ഇത് മാത്രമല്ല, മുമ്പ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിയമപരമായി നിയമത്തിൻ്റെ അക്കത്തിൽ ശരിയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നിയമപരമായി ശരിയായിരുന്നല്ലോ. ഇന്ത്യയിൽ ഒരു കോടതി പോലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ എതിർത്തില്ലല്ലോ. അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു ഇന്ന് വരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ശരിയായിരുന്നു പറയേണ്ടി വരും. ഈ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ 19 മാസം ജയിലിലിട്ടതും ശരിയാന്ന് പറയേണ്ടി വരും. അതിപ്പോൾ ഭരിക്കുന്നവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, ഇദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമെന്ന്. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ മറ്റ് പലരിൽ നിന്നും വളരെ വ്യത്യസ്തനാവുന്നത്. വളരെ ടാക്ടിക്കൽ, സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില നിലപാടെടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു വകുപ്പും അരവിന്ദ് കെജ്രിവാൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രി ഒപ്പിടേണ്ട ഒരു കടലാസിലും അരവിന്ദ് കെജ്രിവാൾ ഒപ്പിടണ്ട. അദ്ദേഹം ജയിലിലിരുന്നാലും, അദ്ദേഹം 10 ദിവസം വിഭാസനയ്ക്ക് പോയാലും ഡൽഹിയിലെ ഭരണത്തിന് ഒരു കുഴപ്പവുമില്ലാത്ത തരത്തിൽ മന്ത്രിമാർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. മന്ത്രിമാരാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യാത്ത പോലെ ഒരു വകുപ്പും കൈകാര്യം ചെയ്യുന്നില്ല. ഒരു വകുപ്പില്ലാത്ത മുഖ്യമന്ത്രിയാണ്. അത് വളരെ സ്ട്രാറ്റജിക്കലായ ഒരു കാര്യമാണ്. അതിന് ഇപ്പോൾ അത് വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഡിസ്ക്വാളിഫൈ ചെയ്യണമെങ്കിൽ കൺവിക്ഷൻ വേണം. കൺവിക്ഷൻ ഇല്ലാതെ ഡിസ്ക്വാളിഫൈ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ വേറൊരു കാര്യം, ഇതിന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ, കൺവിക്ട് ചെയ്ത എത്ര പേർ BJP അടക്കമുള്ള പാർട്ടികളിൽ ഇപ്പൊ MP-മാരായ കേന്ദ്രമന്ത്രിമാരായിട്ട് ഇരിക്കുന്നുണ്ട്. അത് സ്റ്റേയുടെ പുറത്ത് കൺവിക്ഷനും അല്ലെങ്കിൽ ശിക്ഷയും സ്റ്റേ ചെയ്ത, വിധിയും സ്റ്റേ ചെയ്തതിന്റെ പുറത്ത് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയുണ്ട്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വളരെ സ്ട്രാറ്റജിക്കലായിട്ട് എല്ലാ വകുപ്പിലെയും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അഡ്മിനിസ്ട്രേറ്റീവായ ഒരു തകരാറുമില്ലാത്ത രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഡൽഹിയിൽ കഴിയും. പിന്നെ മൊറാലിറ്റിയുടെ കാര്യമൊക്കെ BJP-യോട് പറയേണ്ട കാര്യമില്ല. BJP മൊറാലിറ്റി പക്ഷേ ഒരു ഗുണവും കൂടി ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട്. ഞാൻ കാണുന്ന അതാണ്. ആം ആദ്മി പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ സഹായിക്കും. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ മുമ്പ്
ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ എന്താ ഉണ്ടായേ? അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭിന്നിച്ചിരിക്കുന്നു, ജനസംഘം, സംഘടന, കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്. അടിയന്തരാവസ്ഥയിൽ എല്ലാവരും പിടിച്ച് ജയിലിലിട്ടപ്പോഴാണ് ഒരു പെട്ടെന്ന് ഒരു രാഷ്ട്രീയ ഫോർമേഷൻ വരികയും അത് ഗവൺമെന്റിനെ താഴെ ഇറക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക. ഇതിപ്പോൾ ഗവൺമെന്റിനെ താഴെ ഇറക്കുമെന്നുള്ള ഇലക്ഷൻ പ്രഡിക്ഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റാലിയിങ് പോയിന്റ് വളരെ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ ഡൽഹി അടക്കം, ഇപ്പോൾ ഡൽഹിയിലോ ഗുജറാത്തിലോ ഇവർ തമ്മിൽ സഖ്യമുള്ള സ്ഥലങ്ങളിൽ BJPക്ക് ഭീഷണി ഉണ്ട് എന്നാണ് ചില കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ 4-5 സീറ്റ് നഷ്ടപ്പെട്ടാൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ നഷ്ടമുണ്ടാകും. അപ്പോൾ അങ്ങനെ പല കണക്കുകളുണ്ട്. ഞാനിപ്പോൾ കാണുന്നത് ഇത് മോഡി പോലും ഒരു പ്രധാനമന്ത്രിക്ക് തിരിച്ചടിയാവും ഇന്ത്യൻ ജനാധിപത്യത്തിൽ. ഇത് പാകിസ്ഥാനല്ല, ഇത് പുട്ടിൻ്റെ റഷ്യയല്ല. ഇത് പുട്ടിൻ്റെ റഷ്യയിലാണല്ലോ ഒരു പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ വെച്ച് കൊല്ലുന്നത്. അയാൾ മരിച്ചിട്ട് പുട്ടിന് യാതൊരു പ്രശ്നമില്ല, അത് മരിച്ചുപോയി. പ്രതിപക്ഷം ആവശ്യമില്ല എന്ന അർത്ഥത്തിലേക്ക് ഒരു ഡെമോക്രസി, നേരത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോന്നോരോന്നായിട്ട് ഇതുവരെ നശിപ്പിച്ചല്ലോ. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ബാക്കിയുള്ളത്? സുപ്രീം കോടതിയിൽ 4 ജഡ്ജിമാർക്ക് വന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തേണ്ടി വന്ന അവസ്ഥയുണ്ട്. എങ്കിലും ചില വെളിച്ചങ്ങൾ പല സ്ഥലത്തുമുണ്ട്. ഇത് ജനകീയമായി ഏറ്റവും ക്രിട്ടിക്കലായൊരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പരമ തിരിച്ചടി ഭരണകൂടത്തിനുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കെജ്രിവാൾ ആരെക്കാളും മീതിയാണ്? കെജ്രിവാളാണോ അല്ലെങ്കിൽ സ്റ്റാലിനാണോ പിണറായി വിജയനാണോ രാഹുൽ ഗാന്ധിയാണോ ആരാണ് മേലെ എന്നുള്ള തർക്കത്തിനൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ഇപ്പോൾ പ്രസക്തി ജനാധിപത്യത്തിനാണ്. അപ്പോൾ ജനാധിപത്യവും ജനാധിപത്യത്തിൻ്റെ സ്ഥാപനങ്ങളും അതിലേറ്റവും നിർണായകമായ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ്റും ചെയ്യാറില്ല. ഇന്ദിരാഗാന്ധി പോലും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും വിടുകയും ഒരു കേസും അതിൽ വരെ ചാർജ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നത് ഒന്നുകിൽ ജനാധിപത്യത്തിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയാണ്. ഇത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അന്ന് നൽകിയ ഹോപ്പിനേക്കാൾ കൂടുതൽ ഹോപ്പ് ജനാധിപത്യത്തിന് ഇപ്പം നൽകുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു നിമിഷം ശ്രീ മോഹൻ വർഗീസ്, നമുക്ക് കൃത്യം 1 വർഷം മുമ്പ് 2023 അജയ് മാക്കൻ ഇതേക്കുറിച്ച് പറഞ്ഞു എന്ന് കേൾക്കാം. अब ये शराब का घोटाला क्या है, शराब का लिकर स्कैम क्या है? लिकर स्कैम सीधे अब ये एस्टैब्लिश हो गया है कि कम से कम 100 करोड़ की रिश्वत ली गई है, कम से कम 100 करोड़ की रिश्वत। और उसके अंदर फेस टाइम के ऊपर केजरीवाल से बिजनेसमैन से बात कराई गई, और बिजनेसमैन से बात कराने के बाद होलसेल डीलर्स को, जो प्राइवेट होलसेल डीलर्स हैं, उनको 12% कमीशन 5% से बढ़ाकर के 12% कमीशन ये करी गई। और उसके अंदर शर्त ये रखी गई कि 6% किकबैक आम आदमी पार्टी और केजरीवाल को दिया जाएगा। और मनी ट्रेल भी एस्टैब्लिश हो गया है कि वो पैसा 100 करोड़ रुपए गोवा के इलेक्शंस के अंदर आप पार्टी ने इस्तेमाल किया और कांग्रेस के खिलाफ में किया, क्योंकि जो वोट वहां पर उनको मिले वो कांग्रेस के खिलाफ में मिले। तो केजरीवाल ने कांग्रेस को हराने के लिए, कांग्रेस को नुकसान पहुंचाने के लिए केजरीवाल ने 100 करोड़ का स्कैम किया है। और इनको कोई नैतिक अधिकार, केजरीवाल और इनके मंत्रियों को, जो जिनका नाम इसमें है, चाहे वो मनीष सिसोदिया, चाहे सत्येंद्र जैन को, इनको कोई नैतिक अधिकार नहीं है कि अपनी कुर्सी पे 1 सेकंड भी और रह जाएं।